Dear students, നമുക്ക് കെമിക്കൽ ബോണ്ടിംഗ് എന്ന യൂണിറ്റിന്റെ പഠനം തുടരാം. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് VSERPR തിയറിയിലാണ്. VSERPR തിയറി എന്താണ് അതിന്റെ ഫുൾ ഫോം? വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. എന്താണ് ഈ തിയറിയുടെ ഉദ്ദേശം? This theory explains the shape of covalent molecules. Covalently bonded molecules ന്റെ ഷേപ്പ് പറയുന്ന ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന തിയറിയാണ് VSERPR തിയറി. എന്തൊക്കെയാണ് പോസ്റ്റുലേറ്റ്സ് എന്ന് നോക്കാം. VSERPR എന്നാണ്. So main importance goes to what? The repulsion of the valence shell electron pairs എന്നാണ്. So in covalently bonded molecules there will be a central atom and that central atom contains valence shell electron pairs. സെൻട്രൽ ആറ്റത്തില് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്. പെയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഇലക്ട്രോൺസിനെ കണക്കാക്കുന്നത്. ആൻഡ് ദ ഷേപ്പ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദോസ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ്. ആ ഇലക്ട്രോൺ പെയേഴ്സ് രണ്ട് രീതിയിലാവാം. ബോണ്ട് പെയറും ഉണ്ട്, ലോൺ പെയറും ഉണ്ട്. അതാണ് ബോണ്ടഡ് ആൻഡ് നോൺ ബോണ്ടഡ് അറൌണ്ട് ദ സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇലക്ട്രോൺ ക്ലൗഡ്സ് ഓഫ് ദീസ് ഇലക്ട്രോൺസ്, ഏത് ഇലക്ട്രോൺ? ഇലക്ട്രോൺ പെയേഴ്സിന്റെ ഇലക്ട്രോൺ ക്ലൗഡ്സ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. അതുകൊണ്ട് തന്നെ these electron pairs they repel each other. So central atomത്തിന് ചുറ്റുമുള്ള valence electron pairs they repel each other. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? Since they repel each other, repulsion കുറച്ചാലേ സ്റ്റെബിലിറ്റി കിട്ടുകയുള്ളൂ. സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ repulsion കുറയണം, എനർജി മിനിമൈസ്ഡ് ആവണം. So to minimize repulsion, these electron pairs will lie as far as apart as possible. Maximum അകന്ന് നിൽക്കും, maximum separation ൽ നിൽക്കും. So these electron pairs tend to occupy such position in space that minimize repulsion and thus maximize distance between them. And this gives rise to the shape of the molecules. The repulsive interaction of the electron pair decreases in the order lone pair greater than lone pair bond pair greater than bond pair bond pair. So these are the postulates of VSERPR theory. ഇതിലൂടെ എങ്ങനെ ഓരോ മോളിക്യൂൾസിന്റെയും ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന വിവിധ എക്സാമ്പിൾസ് നോക്കാം. സോ സാധാരണ വരുന്ന ജോമെട്രികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മുകളിൽ കാണിച്ചിരിക്കുന്നത് ലീനിയർ ജോമെട്രിയാണ്. ലീനിയർ ജോമെട്രി, that is the angle is 180 degree. Then the next is trigonal planar geometry, triangular planar or trigonal planar and tetrahedral. ഇങ്ങനെ വിവിധ ആകൃതികൾ മോളിക്യൂൾസ് സ്വീകരിക്കുന്നതാണ്. അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ബെറിലിയം ക്ലോറൈഡ് മോളിക്യൂൾ BeCl2, BeF2 ഒക്കെ ഈ ഒരു എക്സ്പ്ലനേഷനിൽ വരുന്നതാണ്. ഒരേ ഷേപ്പാണ്, ലീനിയർ ജോമെട്രി ആണ്. ആംഗിൾ ഇസ് വാട്ട്? 180. സോ ഹിയർ ദ സെൻട്രൽ ആറ്റം ഇസ് ബെറിലിയം. Number of valence electrons of beryllium is equal to what? 2, because beryllium atomic number is 4. Electronic configuration will be 1s2, 2s2. Therefore, the number of valence electron is equal to 2s ലുള്ള electron ആണ്. So 2. And number of bonds formed with chlorine. എത്ര ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്? beryllium 2 ക്ലോറിനുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. So 2. Number of bond pairs also equal to what? Since 2 bonds are formed, 2 ബോണ്ട് ഫോം ചെയ്തത് കൊണ്ട് ബോണ്ട് പെയറും 2 തന്നെ. നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ഉണ്ടോ? വാലൻസ് ഷെല്ലിൽ ഇനി ഇലക്ട്രോൺസ് ബാക്കിയുണ്ടോ? ഇല്ല. സോ 0. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് അറൌണ്ട് ദ സെൻട്രൽ ആറ്റം ഇസ് ഈക്വൽ ടു വാട്ട്? 2. അത് ബോണ്ട് പെയേഴ്സ് മാത്രമാണ്. സോ യു ക്യാൻ സേ ദാറ്റ് ദോസ് 2 ഇലക്ട്രോൺ പെയേഴ്സ് വിൽ ബി arranged, or that electron cloud will be arranged at an angle of what? 180 degree and making the molecule what? Linear in shape with bond angle 180 degree. Okay. So the molecule will be having what? Linear geometry. Linear geometry. Next molecule BF3. BF3, BCl3 ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. എന്താ മോളിക്യൂളിന്റെ ഷേപ്പ്? ട്രൈഗണൽ പ്ലാനാർ ജോമെട്രി ആണ്. ട്രൈഗണൽ പ്ലാനാർ എന്ന് പറയുമ്പോൾ ആംഗിൾ വിൽ ബി വാട്ട്? 120 degree. So boron is the central atom. സെൻട്രൽ ആറ്റമായ ബോറോൺ അറ്റോമിക് നമ്പർ 5 ആണ്. സോ 1s2, 2s2, 2p1 ആണ് വരിക. സോ 2s2, 2p1 ആണ് വാലൻസ് ഇലക്ട്രോൺസ്. So number of valence electrons will be 3. Number of bonds formed, how many bonds? With 3 fluorine. So 3 bonds. So number of bond pairs 3. And around boron, are there lone pairs present? No, 0 lone pairs. So total number of electron pairs is equal to 3 plus 0, 3. Therefore, the arrangement
with what? Minimum energy and minimum repulsion, maximum stability is trigonal planar with an angle of 120 degree. So the shape will be like this: boron at the center, connected to 3 fluorine atoms at an angle of 120 degree. Now see the next molecule, CH4. Again, CH4, the molecule has which shape? Tetrahedral geometry. Angle is 109.5 degree or 109 degree 28 minutes. And carbon ആണ് central atom. Carbon atomic number 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ 1s2, 2s2, 2p2 ആണ്. 2p and 2s electrons ആണ് valence. അല്ലെ, second shell രണ്ടാമത്തെ ഷെല്ലാണ്. സോ 4 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. ആ 4 ഇലക്ട്രോൺസും ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. സോ നമ്പർ ഓഫ് ബോണ്ട്സ് ഫോംഡ് ഇസ് ഈക്വൽ ടു വാട്ട്? 4. നമ്പർ ഓഫ് ബോണ്ട് പെയേഴ്സ് അതുകൊണ്ട് 4 ആണ്. ഇനി ഇലക്ട്രോൺസ് കാർബണിന് ചുറ്റും ബാക്കിയുണ്ടോ? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്തത് ബാക്കിയുണ്ടോ? വാലൻസ് ഷെല്ലില്, സെക്കൻഡ് ഷെല്ലില് ഇല്ല. ഫസ്റ്റ് ഷെല്ലില് കൂട്ടരുത്. So number of lone pairs 0. Total number of electron pairs is equal to 4 plus 0, 4. Shape of the molecule is what? Tetrahedral with a bond angle of 109 degree 5 minutes. So we'll see the shape. നോക്ക, ഇതാണ് ടെട്രാഹീഡ്രൽ ജോമെട്രി. കാർബൺ നടുക്കും, then ഒരു ടെട്രാഹീഡ്രന്റെ 4 കോർണേഴ്സ് കണ്ടില്ലേ? ടെട്രാഹീഡ്രൻ കാണിച്ചിരിക്കുന്നത് 4 കോർണേഴ്സിലേക്കായിട്ട് 4 ഹൈഡ്രജൻ ഓറിയന്റ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് ദി കാർബൺ മീഥെയ്ൻ മോളിക്യൂൾ. അടുത്തത് നോക്കാം, PCl5, ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ് ഓർ PF5. ഇവരൊക്കെ ഒരേ ഷേപ്പിലുള്ളവരാണ്. ഏതാണ്? ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി എന്നാണ് പറയാം. ട്രൈഗണൽ, ഒരു ട്രയാങ്കുലർ ബേസും മുകളിലേക്ക് ഒരു പിരമിഡ്, താഴേക്ക് ഒരു പിരമിഡ്. സോ ട്രൈഗണൽ ബൈപിരമിഡൽ. ബോണ്ട് ആംഗിൾ ഇസ് 120 and 90 ഡിഗ്രി. സാധാരണ എല്ലാം ഒരു ആംഗിളേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇവിടെ 2 ഡിഗ്രി 2 ബോണ്ട് ആംഗിൾസ് വരുന്നുണ്ട്. സോ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാം. ഫോസ്ഫറസ് ആണ് സെൻട്രൽ ആറ്റം. ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പർ മീൻസ് നൈട്രജന് തൊട്ട് താഴെയാണ്. സോ 7 + 8 15. Okay, so 1s2, 2s2, 2p6, 3s2, 3p3 എന്നാണ് വരിക. 3s2, 3p3. So total 5 electrons. ഏത് ഷെല്ലില്? തേർഡ് ഷെൽ. സോ വാലൻസ് ഇലക്ട്രോൺസ് 5, ബോണ്ട് ഫോം ചെയ്യുന്നതും 5, എല്ലാം ഉപയോഗിച്ചു. ബോണ്ട് പെയർ 5. ഫോസ്ഫറസിന് ചുറ്റും ഇനി ആ തേർഡ് ഷെല്ലിൽ ഇലക്ട്രോൺ ബാക്കിയുണ്ടോ? ഇല്ല. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് ഇസ് ഈക്വൽ ടു 5. ഹെൻസ് ആ 5 ഇലക്ട്രോൺ പെയർസും ഓറിയന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അറ്റ് ആൻ ആംഗിൾ ഓഫ് വാട്ട്? ട്രൈഗണൽ ബൈപിരമിഡൽ അല്ലെ, അതുപോലെയാണ് ഓറിയന്റ് ചെയ്യുന്നത്. സോ ദ ബോണ്ട് ആംഗിൾ ഇസ് 120 and 90. നമുക്ക് നോക്കാം ആ ഷേപ്പ് എങ്ങനെയാണെന്ന്. ഇങ്ങനെയാണ് കണ്ടോ, ഇവിടെ 2 ആംഗിൾ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഒരു ട്രയാംഗിളിന്റെ കോർണേഴ്സിലേക്ക് ഓറിയന്റ് ചെയ്യുമ്പോൾ 120 ഡിഗ്രി എന്ന ആംഗിൾ സ്വീകരിക്കുന്നു ട്രയാംഗിളിന്റെ കോർണേഴ്സിലേക്ക്. ആ ട്രയാംഗിളിന്റെ പ്ലെയിനിൽ നിന്നും മുകളിലേക്ക്, ആ പ്ലെയിനിന് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ പ്ലെയിനുമായിട്ടുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അങ്ങനെ 2 എണ്ണം അതാണ് കാണിച്ചിരിക്കുന്നത്. സോ ദർ ആർ 2 types of bonds, ആക്സിയൽ ബോൺസും ഇക്വറ്റോറിയൽ ബോൺസും. സോ പ്ലെയിനിൽ കാണുന്നതാണ് ആക്സിയൽ ബോൺസ്, ഇക്വറ്റോറിയൽ ബോൺസ്. ദെൻ പ്ലെയിനിന് പുറത്തേക്കും, അതായത് മുകളിലേക്കും താഴേക്കും കൊടുത്തിരിക്കുന്നതാണ്, പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിരിക്കുന്നതാണ് എന്ത്? ആക്സിയൽ ബോൺസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് മോളിക്യൂൾ ഇസ് SF6 അല്ലെ, 6 ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് ഫ്ലൂറിനുമായിട്ട്. ആൻഡ് ഷേപ്പ് ഇസ് ഒക്ടാഹിഡ്രൽ. ഒക്ടാഹിഡ്രൽ ജോമെട്രി എന്നാണ് പറയാം. എല്ലാ ആംഗിളും, ഇവിടെ 2 ആംഗിൾ ഇല്ല, എല്ലാ ആംഗിളും ഒന്ന് തന്നെയാണ്. ആൻഡ് ദാറ്റ് ഇസ് 90 ഡിഗ്രി. എങ്ങനെയാണെന്ന് നോക്കാം ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സൾഫർ ഇസ് ദ സെൻട്രൽ ആറ്റം. സൾഫറിന്റെ അറ്റോമിക് നമ്പർ ഇസ് വാട്ട്? 16. ഓക്സിജന് താഴെയാണ്. സോ ഓക്സിജന്റെ അത്രയും വാലൻസ് ഇലക്ട്രോൺസ് തന്നെയായിരിക്കും വരുന്നത്. സോ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു വാട്ട്? 6 അല്ലെ. 1s2, 2s2, 2p6, 3s2, 3p4 ആണ്. 3s2, 3p4 ആണ് വാലൻസ് ഷെൽ. അപ്പൊ ടോട്ടൽ 4 + 2 6. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 4, 6. ബോണ്ട്സ് 6 തന്നെയാണല്ലോ. സോ എല്ലാ ഇലക്ട്രോൺസും ബോണ്ടിങ്ങിന് ഉപയോഗിച്ചു. സോ ലോൺ പെയേഴ്സ് ഇല്ല. നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് ടോട്ടൽ 6. സോ ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ വിൽ ബി വാട്ട്? ഒക്ടാഹെഡ്രൽ വിത്ത് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ഓക്കെ ആണല്ലോ. സോ ഷേപ്പ് നോക്കുക. ഷേപ്പ് എന്തായിരുന്നു? ദിസ് ഇസ് നോൺ ആസ് വാട്ട്? ഒക്ടാഹെഡ്രൽ ജോമെട്രി. സോ ഒരു ഒക്ടാഹെഡ്രന്റെ കോർണേഴ്സിലേക്കാണ് എന്ത്? ഫ്ലൂറിൻ നിൽക്കുന്നത്, മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. Now next is the structural determination by VSERPR theory for ammonia molecule. എന്താ അമോണിയ മോളിക്യൂളിന്റെ പ്രത്യേകത? അമോണിയ മോളിക്യൂൾ ഹാസ് ഡിസ്റ്റോർട്ടഡ് ജോമെട്രി എന്നാണ് പറയുക. ഡിസ്റ്റോർട്ടഡ് ജോമെട്രി കാരണം എന്താ? അമോണിയ മോളിക്യൂളിലെ നൈട്രജൻ ഇസ് ദ സെൻട്രൽ ആറ്റം. നൈട്രജന്റെ അറ്റോമിക് നമ്പർ എത്രയായിരുന്നു? 7 ആണ്. സോ 1s2, 2s2, 2p3. സെക്കൻഡ് ഷെല്ലാണ് വാലൻസ് ഷെൽ. 5 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 5 ഇലക്ട്രോൺസിൽ എത്ര എണ്ണം ബോണ്ടിങ്ങിൽ പങ്കെടുത്തു? 3 എണ്ണം ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. 3 അല്ലേ? അപ്പൊ നമ്പർ ഓഫ് ബോണ്ട് പെയേഴ്സ് 3 ആണ്. 2 എണ്ണം അവിടെ ബാക്കിയുണ്ട്. അപ്പൊ അതൊരു പെയർ ആണല്ലോ. സോ ലോൺ പെയർ 1. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് എന്ന് പറയുന്നത് 3 + 1 4 ആണ്.
ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് 4 ആണ്. ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് 4 വരുമ്പോൾ ഏതുപോലെ ആവണം? മീഥെയിൻ CH4 പോലെ ആവേണ്ടതാണ്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി ടെട്രാഹിഡ്രൽ ആണ്. എക്സ്പെക്ട് ചെയ്യുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ജോമെട്രി ടെട്രാഹിഡ്രൽ ആണ്. പക്ഷേ ഇവിടെ എത്ര ബോണ്ടേ ഫോം ചെയ്യുന്നുള്ളൂ? 3 എണ്ണം. ടെട്രാഹിഡ്രൽ എത്ര ബോണ്ട് ഫോം ചെയ്യണം? 4 എണ്ണം ഫോം ചെയ്യണം. റെഗുലർ ജോമെട്രിയാ. 3 ഫോം ചെയ്യുന്നുള്ളൂ. അതിൽ നാലാമത്തെ ബോണ്ട് ഫോം ചെയ്യേണ്ട സ്ഥാനത്ത് എന്താ ഉള്ളത്? ഇവിടെ ഒരു ലോൺ പെയർ ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ദാറ്റ് ഓർബിറ്റൽ കണ്ടെയ്ൻസ് വാട്ട്? എ ലോൺ പെയർ. സോ ദ ലോൺ പെയർ will be repelling the bond pair. അല്ലെ VSEPR തിയറിയിൽ അങ്ങനെയല്ലേ പറയുന്നത്? ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? ബോണ്ട് പെയർ റിപ്പൽഷൻ ആണ്. സോ റെഗുലർ ജോമെട്രി വരേണ്ടത് ടെട്രാഹിഡ്രൽ ആയിരുന്നു. അപ്പൊ 109 ഡിഗ്രി 28 മിനിറ്റ്സ് വരണമായിരുന്നു. ഇപ്പോഴെന്താ? റിപ്പൽഷൻ കൂടിയില്ലേ? അപ്പൊ അതിനനുസരിച്ച് ആംഗിൾ കുറയാണ് ചെയ്യുക. ആൻഡ് ദ ആംഗിൾ ഇസ് 107 ഡിഗ്രി. സോ അമോണിയയിലുള്ള ആംഗിൾ എന്താണ്? 107 ഡിഗ്രി. മോളിക്യൂളിന്റെ ഷേപ്പിന്റെ പേരെന്താണ്? ട്രൈഗണൽ pyramidal, or simply you can call it as what? Pyramidal geometry. അതുപോലെ വാട്ടർ മോളിക്യൂളിന്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതുപോലെ തന്നെ വരുന്നതാണ് ഡിസ്റ്റോർട്ടഡ് ജോമെട്രി. വാട്ടർ മോളിക്യൂൾ ഓക്സിജൻ ആണ് സെൻട്രൽ ആറ്റം. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. സോ 1s2, 2s2, 2p4 ആണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സെക്കൻഡ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 4 ഇലക്ട്രോൺസിൽ 2 എണ്ണം മാത്രമേ ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളൂ. 2 എണ്ണം. അപ്പൊ 2 ബോണ്ട് പെയർ. പിന്നെ 4 എണ്ണം ബാക്കിയുണ്ട്. സോ 2 പെയർ ബാക്കിയുണ്ട്. സോ 2 ലോൺ പെയറും 2 ബോണ്ട് പെയറും. മനസ്സിലായല്ലോ? ടോട്ടൽ 6ൽ ഒരു പെയർ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. അപ്പോ 2 ബോണ്ട് പെയർ. ഓക്കെ. സിമിലർലി 4 എണ്ണം ബാക്കി വന്നത് 2 ലോൺ പെയർ. സോ ടോട്ടൽ നമ്പർ വിൽ ബി വാട്ട്? 4. 4 പെയർ ഉണ്ട്. പക്ഷെ അതിൽ 2 എണ്ണമേ ബോണ്ട് ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും 4ഉം ബോണ്ട് ഫോം ചെയ്തിരുന്നെങ്കിൽ ടെട്രാഹിഡ്രൽ ആകുമായിരുന്നു. പക്ഷെ 4ഉം ബോണ്ട് ഫോം ചെയ്തോ? 2 ഫോം ചെയ്തിട്ടുള്ളൂ. സോ ആ 2 എണ്ണം മാറ്റി വെച്ചാൽ ബാക്കി 2 ഓർബിറ്റിലും എന്താണ്? ലോൺ പെയർ ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ലോൺ പെയർ. സോ ലോൺ പെയർ ഓക്യുപ്പൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റിപ്പൽഷൻ കൂടും. ഇവിടെ ലോൺ പെയർ റിപ്പൽഷൻ കൂടി വരും. എന്താ? ലോൺ പെയർ റിപ്പൽഷൻ വളരെ കൂടുതലല്ലേ അത്? അതിനനുസരിച്ച് മോളിക്യൂളിന്റെ ഷേപ്പ് എന്ത് കിട്ടും? ദ ബെൻഡ്. ദ മോളിക്യൂൾ ഹാസ് വാട്ട്? ബെൻഡ് ഷേപ്പ്. ബെൻഡ് ഷേപ്പ് എന്നാണ് പറയാ. വി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ്. ആൻഡ് ദ ആംഗിൾ ഇസ് 104.5 degree. This is the angle 104.5 degree. ഇത്രയുമാണ് നമുക്ക് VSEPR തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. സോ വി ഹാവ് സീൻ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദ തിയറി, വാട്ട് ആർ ദ മെയിൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് ദി തിയറി, ആൻഡ് ഓൾസോ ദ വേരിയസ് ഷേപ്സ് സച്ച് ആസ് ലീനിയർ, ട്രൈഗണൽ പ്ലാനാർ, ടെട്രാഹിഡ്രൽ, trigonal bipyramidal, octahedral, again distorted pyramidal geometry for ammonia, and V അല്ലെങ്കിൽ bend shape for what? Water. അല്ലെ? ഇത്രയും ഷേപ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ VSEPR തിയറിയിലൂടെ പഠിച്ചു. അടുത്തതായി നമുക്ക് ടുവേഴ്സ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ നോക്കാം. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ നമ്മൾ ലൂയിസ് സ്ട്രക്ചേഴ്സ് പഠിച്ചു അല്ലെ? ഡോട്ട് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ക്രോസ് സ്ട്രക്ചേഴ്സ്. അതെന്തിനായിരുന്നു? അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നതും അതുപോലെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നതുമായ മോളിക്യൂൾസിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു. പക്ഷേ ആ തിയറിക്ക് ഒരു പോരായ്മയുണ്ട്. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ ഷേപ്പ്, ദി ഫോർമേഷൻ ഓഫ് വാട്ട്? കെമിക്കൽ ബോണ്ട്. കെമിക്കൽ ബോണ്ടിങ് എങ്ങനെയാണ് നടക്കുന്നത്? ഹൗ ദാറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കംസ് ഇൻ ടു ഓപ്പറേഷൻ, അത് പറയാൻ ആർക്ക് കഴിയുന്നില്ല? ലൂയിസ് അപ്രോച്ചിന് കഴിയുന്നില്ല. അങ്ങനെയാണ് VSEPR തിയറി ജോമെട്രിയും കൊണ്ടുവരുന്നത്. മോളിക്യൂൾസിന്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പക്ഷെ അതിനും ആപ്ലിക്കേഷൻസ് ലിമിറ്റഡ് ആണ്. സോ ടു ഓവർകം ദീസ് ലിമിറ്റേഷൻസ്, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ക്വാണ്ടം മെക്കാനിക്സ്, ദ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ദ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ബേസ്ഡ് 2 തിയറി നമ്മൾ പഠിക്കുന്നു. ആൻഡ് ദേ ആർ valence bond theory VBT and molecular orbital theory, which is abbreviated as what? MO theory. MOT എന്നാണ് പറയാ. So VBTയും MOTയും. First we will see the valence bond theory. Valence bond theory was introduced by Hitler and London in 1927 and developed further by Pauling and others. ഇതിൽ പ്രധാനി പോളിംഗ് ആണ്. നമുക്ക് ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ഫോർമേഷനിലൂടെ, അതായത് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്ന ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവുന്നത് എങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് വിശദീകരിക്കാം. സോ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്ന 2 ഹൈഡ്രജൻ ആറ്റം ഹൈഡ്രജൻ മോളിക്യൂളിൽ ഉള്ളതിനെ HA എന്നും HB എന്നും എടുക്കുന്നു. ദാറ്റ് ഈസ് ദി ആറ്റംസ് ആർ റെപ്രസെന്റഡ് ആസ് A and B. And the nucleus in the atoms
are represented as Na in the first atom and Nb in the second atom. So Na എന്നും Nb എന്നും സൂചിപ്പിക്കാം. സോ അവരിലെ ഇലക്ട്രോൺസിനെ എങ്ങനെ പറയാം? Ea എന്നും Eb എന്നും പറയാം. സോ ഈ രണ്ട് ആറ്റങ്ങൾ അടുത്ത് വരുമ്പോഴാണ് അവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നത്, ബോണ്ട് ഉണ്ടാവുന്നത്. സോ ഏതൊക്കെ തരം അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അവരിൽ ഉള്ളത് എന്ന് നോക്കാം. The nucleus of one atom and its own electron, അതായത് ഒരു ന്യൂക്ലിയസും അതിന്റെ തന്നെ ഇലക്ട്രോണും തമ്മിൽ എപ്പോഴും ആകർഷണം ഉണ്ടാവും. ആകർഷണമാണ് ആറ്റത്തെ അവിടെ സ്റ്റേബിൾ ആക്കി നിർത്തുന്നത് നമുക്കറിയാം. സോ Na ആൻഡ് Ea അവര് തന്നെയുള്ള അട്രാക്ഷൻ, Nb ആൻഡ് Eb അവർക്കിടയിൽ തമ്മിലുള്ള അല്ലെങ്കിൽ അവർക്കിടയിൽ തന്നെയുള്ള അട്രാക്ഷൻ, ആൻഡ് ന്യൂക്ലിയസ് ഓഫ് വൺ ആറ്റം ആൻഡ് ദ ഇലക്ട്രോൺ ഓഫ് അനദർ ആറ്റം. അത് തന്നെ അവിടെ രണ്ട് തരത്തിൽ വരുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? Na എന്ന് പറയുന്ന ന്യൂക്ലിയസ്, അതിലെ പ്രോട്ടോണും അടുത്ത ആറ്റത്തിലെ ഇലക്ട്രോണും Eb. രണ്ടാമത്തേത് ഏതാണ്? Nb എന്ന് പറയുന്ന ന്യൂക്ലിയസും അടുത്ത ആറ്റത്തിലുള്ള, അതായത് അടുത്ത ആറ്റത്തിലെ ഇലക്ട്രോൺ ആയിട്ടുള്ള Eയും തമ്മിലുള്ള അട്രാക്ഷൻ. ഇതാണ് നമുക്ക് ഇവിടെ കൂടുതൽ പരിഗണിക്കേണ്ടത്. അതായത് രണ്ട് തരം അട്രാക്ഷൻസ് ഉണ്ട് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ഓഫ് വൺ ആറ്റം ആൻഡ് ദ ഇലക്ട്രോൺ ഓഫ് അനദർ ആറ്റം. അപ്പൊ രണ്ട് അട്രാക്ഷൻസ് അവിടെ വന്നു. ബിറ്റ്വീൻ അട്രാക്ഷൻസ് കേട്ടോ, ഇത് മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതല്ല, ഇൻ ബിറ്റ്വീൻ. രണ്ടാമത്തത് റിപ്പൽഷൻ ഏതൊക്കെയാണ്? റിപ്പൽഷൻ ഏതൊക്കെയായിരിക്കും? ലൈക്ക് ചാർജസ് ആണ് റിപ്പൽ ചെയ്യുക, അല്ലെ? ഇലക്ട്രോണും തമ്മിൽ റിപ്പൽ ചെയ്യും, പ്രോട്ടോണും തമ്മിൽ റിപ്പൽ ചെയ്യും, അതായത് ന്യൂക്ലിയസും തമ്മിൽ റിപ്പൽ ചെയ്യും. അപ്പൊ ഇലക്ട്രോൺസ് ഓഫ് ടു ആറ്റംസ് Ea ആൻഡ് Eb വിൽ റിപ്പൽ, ന്യൂക്ലിയസ് ഓഫ് ടു ആറ്റംസ് Na ആൻഡ് Nb ഓൾസോ വിൽ റിപ്പൽ. സോ അട്രാക്റ്റീവ് ഫോഴ്സസ് രണ്ടെണ്ണം തമ്മിലുള്ളത്, റിപ്പൽസീവ് ഫോഴ്സസും തമ്മിലുള്ളത് രണ്ടെണ്ണം. അത്തരത്തിൽ എപ്പോഴാണോ ഈ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും ബാലൻസ് ചെയ്ത് വരുന്നത് അപ്പോഴാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുക, അല്ലെ? എന്തായിരുന്നു? റിപ്പൽഷൻ കൂടിയാൽ എന്ത് നടക്കില്ല? ഒരിക്കലും അവിടെ എന്ത് വരില്ല? ബോണ്ട് ഫോർമേഷൻ ഉണ്ടാവില്ല. റിപ്പൽഷൻ എപ്പോഴും എനർജി കൂട്ടുകയുള്ളൂ, അതായത് സ്റ്റെബിലിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക. സോ ഇതൊരു പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രത്തിലൂടെ നമുക്ക് ഈ ബോണ്ട് ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ പൊട്ടൻഷ്യൽ എനർജി അലോങ് ദി വൈ ആക്സിസ് ആൻഡ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്, അതായത് വാട്ട് ഇസ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്? അപ്രോച്ച് ചെയ്യുന്ന രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള അകലമാണ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്രോച്ച് ചെയ്താലേ അടുത്തടുത്ത് വരുമ്പോഴാണ് ബോണ്ട് ഫോർമേഷൻ ഉണ്ടാവുന്നത്. സോ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നു. ഇനി അറ്റ് ദിസ് പോയിന്റ് സി പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0, അതായത് ദേ ആർ മാക്സിമം എപ്പാർട്ട്. സോ അറ്റ് ദ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, അകന്നു നിൽക്കുന്ന രണ്ട് ആറ്റങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുന്നു. സോ അവിടെ വരുന്ന പൊട്ടൻഷ്യൽ എനർജി, ക്യാരി ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സോ അവിടെ നിന്നും ഈ രണ്ട് ആറ്റംസും ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറഞ്ഞ് അടുത്തടുത്ത് വരികയാണ്. അതാണ് ഈ ഗ്രാഫിലൂടെ കാണിക്കുന്നത്. സോ അടുത്തടുത്ത് വരും തോറും അട്രാക്ഷൻ കൂടുന്നു, അട്രാക്ഷൻ എപ്പോഴും എനർജി കുറയ്ക്കുന്നു എന്ന് കാണിക്കുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി. നോക്കുക, താഴേക്കാണ് വരുന്നത് ഗ്രാഫ്, ദാറ്റ് ഇസ് പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ്. അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്, അതായത് ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ വാട്ട് ഇസ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്? 74 പൈക്കോമീറ്റേഴ്സ്. സോ 74 പൈക്കോമീറ്റർ ഷാർപ്പ് എത്തുമ്പോൾ what happens? അതാണ് മിനിമം പൊട്ടൻഷ്യൽ എനർജി. ആ കർവിലുള്ള മിനിമം പൊട്ടൻഷ്യൽ എനർജി 74 പൈക്കോമീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ആ 74 പൈക്കോമീറ്ററിൽ എന്ത് സംഭവിക്കുന്നു? ബോണ്ടിങ് നടക്കുന്നു. ഹൈഡ്രജനും കൂടി അവിടെ ബോണ്ടിങ്ങിൽ ഏർപ്പെടുകയാണ്. രണ്ട് ഹൈഡ്രജൻ ആറ്റം ഹൈഡ്രജൻ മോളിക്യൂൾ ആവുന്ന പോയിന്റ് ആണ് എന്ത്? 74 പൈക്കോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. പോയിന്റ് മീൻസ് ദ ഡിസ്റ്റൻസ്. അവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 74 പൈക്കോമീറ്റേഴ്സിൽ നിൽക്കണം. അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ദെൻ അതിൽ കൂടിയാൽ എന്ത് സംഭവിക്കും? കൂടിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അതിൽ അട്രാക്ഷൻ കുറവെന്നാണ് അർത്ഥം. അതിൽ കുറഞ്ഞാലോ പൊട്ടൻഷ്യൽ എനർജി കർവ് മുകളിലേക്കാണ് പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടരുത്, എനർജി കൂടാണ്, സ്റ്റെബിലിറ്റി കുറയാണ്. സോ മിനിമം എനർജി എവിടെയാണോ അവിടെയാണ് മാക്സിമം സ്റ്റെബിലിറ്റി ഉള്ളത്, ബോണ്ട് ഫോർമേഷൻ ഉള്ളത്, അല്ലെ? കെമിക്കൽ ബോണ്ടിങ് ഈസ് ടു എക്സ്പ്ലെയിൻ വാട്ട് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വിച്ച് ലീഡ്സ് ടു ദ സ്റ്റെബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ എന്നാണ്. സോ മോളിക്യൂൾ മാക്സിമം സ്റ്റേബിൾ ആവുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആറ്റങ്ങൾ തമ്മിലുള്ള അകലം എത്രയായിരുന്നു? 74 പൈക്കോമീറ്റേഴ്സ്. ആൻഡ് ബിലോ ദാറ്റ് 74 പൈക്കോമീറ്റേഴ്സ് റിപ്പൽഷൻ കൂടി വരുന്നു. And above that 74 micrometers, what happens? Attraction കുറഞ്ഞു വരുന്നു എന്നാണ്. So you can say that at 74 picometers, what happens? There occurs the partial overlapping, which is an equilibrium state. പാർഷ്യൽ ഓവർലാപ്പിംഗ് നടക്കുന്നു. ഈ പാർഷ്യൽ ഓവർലാപ്പിംഗ് നമുക്ക് തുടങ്ങാം. ഈ പാർഷ്യൽ ഓവർലാപ്പിംഗ് ഉണ്ടാവുന്നതിനാണ് നമ്മൾ പാർഷ്യൽ ഇന്റർ പെനിട്രേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ദി ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്. അതായിരുന്നു ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്. അതായത് വാലൻസ് ബോണ്ട് തിയറി പ്രകാരം പൊട്ടൻഷ്യൽ എനർജി ഡിസ്ക്രിപ്ഷൻ തന്നു. അതിന്റെ കൂടെ തന്നെ ബോണ്ട് ഫോം ചെയ്യുന്നത് ഓർബിറ്റൽ ഓവർലാപ്പിലൂടെ എന്നാണ് വാലൻസ് ബോണ്ട് തിയറി പറയുന്നത്. അതായിരുന്നു ഓർബിറ്റൽ ഓവർലാപ്പ്. ഓക്കെ, സോ the orbitals will undergo what? A partial interpenetration, and greater
extent of overlapping, stronger will be the bond. എത്രമാത്രം ഓർബിറ്റൽസ് തമ്മിൽ മെർജ് ചെയ്യുന്നു അത്രയും സ്ട്രെങ്ത് കൂടും എന്ത് ബോണ്ടിന്റെ. ഓക്കെ, സോ ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്. സോ ഈ കൺസെപ്റ്റിലൂടെ നമുക്ക് മുന്നോട്ട് പോവാം. ഇത് പ്രകാരം രണ്ട് തരം കോവാലന്റ് ബോണ്ട് ആണ് ഉണ്ടാവുക. 2 types of overlapping occurs, so 2 type of bond will be formed. ഒന്ന് സിഗ്മ ബോണ്ടും രണ്ടാമത്തത് പൈ ബോണ്ടും. സിഗ്മ ആൻഡ് പൈ. സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നത് എപ്പോഴും ഓർബിറ്റൽസ് തമ്മിലുള്ള എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗിലൂടെയാണ്. എൻഡ് ടു എൻഡ് അല്ലെങ്കിൽ ഹെഡ് ഓൺ എന്നാണ് പറയുക. ഹെഡ് ഓൺ ഓവർലാപ്പിംഗ്, എൻഡ് ടു എൻഡ് ഓർ ഹെഡ് ഓൺ, ഹാൻഡ് ഓൺ അല്ല, ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് അലോങ് ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ്. ഇന്റർന്യൂക്ലിയർ ആക്സിസിലൂടെ, ന്യൂക്ലിയസിന്റെ ആക്സിസിലൂടെ, രണ്ടുപേരുടെയും ന്യൂക്ലിയസിലൂടെ പോകുന്ന ആക്സിസ് ആണ് ഇന്റർന്യൂക്ലിയർ ആക്സിസ്. അതിലൂടെയാണ് ഇത് ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് തന്നെ 3 തരത്തിലുണ്ട്. അതായത് സിഗ്മ ബോണ്ട് തന്നെ 3 തരം ഓവർലാപ്പിംഗിലൂടെ ഉണ്ടാവാം. That is, there are s orbitals and p orbitals. So there will be ss overlapping, and in this case what overlapping of 2 half-filled s orbital occurs. ഇവിടെ നോക്കുക, എപ്പോഴും ഓവർലാപ്പ് ചെയ്യുന്നത് ആരാണ്? ഹാഫ്-ഫിൽഡ് s orbitals ആണ് അല്ലെ. ഹാഫ്-ഫിൽഡ് s orbitals ആണ് കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കുന്നത് എന്നൊരു കാര്യം കൂടി എടുത്തു പറയണം. sp ഓവർലാപ്പിംഗിനാണെങ്കിൽ ഒരു എസും ഒരു ഹാഫ് ഫിൽഡ് എസും ഒരു ഹാഫ് ഫിൽഡ് പിയുമാണ് ഓവർലാപ്പ് ചെയ്യുക. പി ഓവർലാപ്പിംഗിനാണെങ്കിൽ ഒരു ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ 2 ഹാഫ് ഫിൽഡ് പി ഓർബിറ്റൽസ് തമ്മിലാണ് അപ്രോച്ച് ചെയ്യുന്നു. അവർ തമ്മിലാണ് എന്ത് ഓവർലാപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തത് പൈ ബോണ്ട് ആണ്. പൈ ബോണ്ട് എന്ന് പറയുന്നത് പൈ റെപ്രസെന്റേഷൻ. സോ ഇത് ഇത്തരത്തിലുള്ള ബോണ്ട് ഫോം ചെയ്യുന്നത് ബൈ ദ ലാറ്ററൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗിലൂടെയാണ്. നേരത്തെ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ്, എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗിന് പകരം സൈഡ് വൈസ് ഓവർലാപ്പിംഗ് വരുന്നു. സോ ഹിയർ ഇൻ പൈ ബോണ്ട് ഫോർമേഷൻ ദി അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ഇൻ സച്ച് എ വേ ദാറ്റ് their axes remain parallel to each other. അവരുടെ ആക്സിസ് തമ്മിൽ പാരലൽ ആയിരിക്കും ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇന്റർന്യൂക്ലിയർ ആക്സിസ്. ഇന്റർന്യൂക്ലിയർ ആക്സിസിന് പെർപെൻഡിക്കുലറുമാണ്, അവ തമ്മിൽ എന്തായിരിക്കും? പാരലലും ആയിരിക്കും. ആൻഡ് ഇനി അതിന്റെ സ്ട്രെങ്ത് നോക്കാം. സിഗ്മ ബോണ്ടും പൈ ബോണ്ടിലും ഏതാണ് കൂടുതൽ സ്ട്രോങ്ങർ? ഓൾവേസ് സിഗ്മ ബോണ്ട് സ്ട്രോങ്ങർ. കാരണം ഓവർലാപ്പിംഗ് എപ്പോഴും സ്ട്രെങ്ത് തീരുമാനിക്കും. സോ മാക്സിമം മെർജിംഗ് വരുന്നത് എവിടെയാണ്? ഓവർലാപ്പിംഗ് വരുന്നത് എവിടെയാണ്? സിഗ്മയിലാണ്. സോ സിഗ്മ ബോണ്ട്സ് ആർ സ്ട്രോങ്ങർ, പൈ ബോണ്ട്സ് ആർ വീക്കർ. സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോണ്ട് ആണെങ്കിൽ, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് എപ്പോഴും സിഗ്മ മാത്രമായിരിക്കും. വരസ് പൈ ബോണ്ട് 2 ബോണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം പൈയും ഒരെണ്ണം സിഗ്മയും ആയിരിക്കും. 3 ബോണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം സിഗ്മയും 2 പൈയുമായിരിക്കും. സോ മൾട്ടിപ്പിൾ ബോണ്ട്സിൽ എപ്പോഴും വരുന്നത് എന്തായിരിക്കും? കൂടുതൽ എണ്ണം വരുന്നത് പൈ ബോണ്ടുകൾ ആയിരിക്കും.